കായംകുളത്തേക്കൊന്ന് പോകാം. CPM നേതൃത്വത്തിനെതിരെ ആഞ്ഞടിച്ചിരിക്കുകയാണ് കായംകുളം ഏരിയ കമ്മിറ്റി അംഗം. കായംകുളം ഏരിയ കമ്മിറ്റി അംഗം എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, BJPയിലേക്ക് പോയ ബിബിൻ്റെ അമ്മയാണ് കേട്ടോ. സംഘടനയ്ക്കുള്ളിൽ നേരിടുന്നത് കടുത്ത ആക്ഷേപവും അവഗണനയുമാണെന്ന് ഏരിയ കമ്മിറ്റി അംഗം പ്രസന്നകുമാരി പറഞ്ഞു. പാർട്ടി നേതാക്കളുടെ മനോഭാവം താൻ മേധാവിത്വമാണ്. 3 വർഷമായി അവഗണന നേരിടുന്നുവെന്ന് പരാതി അറിയിച്ചിട്ടും സംസ്ഥാന നേതൃത്വം നടപടിയെടുത്തില്ലെന്നും ആരോപണമുണ്ട്. CPM വിട്ട് BJPയിൽ ചേർന്ന ബിപിൻ സി ബാബുവിന്റെ മാതാവാണ് പ്രസന്നകുമാരി. പ്രസന്നകുമാരി ഇതുവരെയും പാർട്ടിക്കെതിരെ രംഗത്ത് വന്നിരുന്നില്ല. ഇപ്പോൾ പാർട്ടിക്കെതിരെ ഒരു നിലപാടെടുക്കുകയാണ്. കാരണം ഈ പ്രസന്നകുമാരിക്കെതിരെയും ഒരു കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, ഗാർഹിക പീഡന നിയമപ്രകാരം എന്നാണ് മനസ്സിലാക്കുന്നത്. നമുക്ക് ആദ്യം പ്രസന്നകുമാരിയുടെ പ്രതികരണം ഒന്ന് കേട്ടുവരാം. ഞാനിപ്പോൾ ഒരു 3 വർഷത്തോളം ആകുന്ന പാർട്ടി എന്നോട് കാണിക്കുന്ന അവഗണനയും എന്നെ കുറിച്ച് പറയുന്ന ആക്ഷേപങ്ങളും സഹിക്കവയ്യാതാണ് ഞാൻ പ്രവർത്തനം നടത്തിയത്. അല്ലാതെ ഞാൻ ബിബിന്റെ കാര്യമൊന്നുമല്ല. ബിബിന്റെ പ്രശ്നം വരുന്നതിന് മുമ്പ് തന്നെ എന്നോട് ഉള്ള സമീപനം കൊണ്ടാണ് ഞാൻ പ്രവർത്തനം നടത്തിയത്. പാർട്ടി സഖാക്കൾ, പാർട്ടി നേതാക്കന്മാരുടെ ഈ ഇപ്പോഴത്തെ ഞങ്ങൾക്കൊക്കെ മതി, പുതിയ തലമുറയൊന്നും വേണ്ട, പാർട്ടി വളരണമെന്നൊന്നുമില്ല, ഞങ്ങളൊക്കെ ഞങ്ങളുടേതായ നിൽക്കുന്ന ആ സ്ഥാനങ്ങളിൽ ഞങ്ങൾക്ക് തുടർന്നു പോകണം, അതിന് പുതിയ ആളുകൾ വന്നാൽ അതൊക്കെ മാറിക്കൊടുക്കേണ്ടി വരും. ആ ഒരു മനോഭാവമാണ് ഇന്ന് സഖാക്കൾക്കുള്ളത്. പിന്നെ തീർച്ചയായിട്ടും എനിക്ക് വിഷമമുണ്ടല്ലോ. ഞാൻ വിഷമം ഉണ്ടായിട്ട് ഞാൻ ആരിഫിന്റെ ഇലക്ഷന് 1 മാസം മുമ്പ് തന്നെ ഞാൻ സംസ്ഥാന സെക്രട്ടറിക്ക് ഞാൻ കത്തെഴുതി. നടപടിയൊന്നും ഉണ്ടായില്ല അല്ലേ? ഇല്ല. പാർട്ടിയിലെ എല്ലാ തത്വശാസ്ത്രങ്ങളും എല്ലാം പോയി. അതൊന്നും അല്ല ഇപ്പോഴത്തെ സഖാക്കൾക്ക്, സ്വന്തം താല്പര്യങ്ങൾ മാത്രം. ഇതില്ല, വിഷമം കൊണ്ടാണ് ഞാൻ പ്രവർത്തിക്കാത്തത്. അല്ല ബിബിന്റെ ഇതുമായിട്ട് എനിക്കുമായിട്ട് അതിനു മുമ്പേ ഞാൻ അതെല്ലാം മനസ്സിലാക്കി വരുന്നതായിരുന്നു. കാരണം പാർട്ടി എന്ന് ഇടപെട്ട് അവരെ കല്യാണം കഴിപ്പിച്ചു, അതിൽ ഞാൻ സഹകരിച്ചു എന്നല്ലാതെ അവർ ഞാൻ എന്റെ വീട്ടിൽ താമസിച്ചിട്ടില്ല. ഞങ്ങളുടെ കൂടെ താമസിച്ചില്ല. ഇത് പാർട്ടിക്കും അറിയാം, എല്ലാവർക്കും അറിയാവുന്നതാണ്. പിന്നെ പാർട്ടിയോടെ സഹകരിച്ചായിരിക്കും അവർ കേസ് കൊടുത്തത്. അതിപ്പോ ബിബിൻ BJP പോയതിന്റെ പ്രതികാരമായിരിക്കും. നമുക്കിപ്പം ശരത്ത് ചേരുന്നുണ്ട്. ശരത്ത്, പ്രസന്നകുമാരി പറയുന്നത് CPM അവഗണിച്ചുവെന്നാണ്. യഥാർത്ഥത്തിൽ ഈ ബിപിൻ സി ബാബുവിൻ്റെ പേരിലൊരു കേസുണ്ടല്ലോ, ആ കേസുമായി ബന്ധപ്പെട്ട് മാതാവ് പ്രസന്നകുമാരിയും പ്രതിയേർത്തിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഈ പ്രതികരണം വരുന്നൊരു പശ്ചാത്തലം ഏതാണ് ശരത്? കഴിഞ്ഞ ദിവസമാണ് ബിപിൻ സി ബാബുവിനെയും ഒപ്പം ബിപിൻ സി ബാബുവിന്റെ അമ്മ പ്രസന്നകുമാരിയും, അതായത് CPIM ഏരിയ കമ്മിറ്റി, കായംകുളം ഏരിയ കമ്മിറ്റി അംഗമാണ് ഇപ്പോഴും പ്രസന്നകുമാരിയും കൂടി ഉൾപ്പെടുത്തി ഈ ബിപിൻ സി ബാബുവിന്റെ ഭാര്യ കേസ് നൽകിയിട്ടുണ്ടായിരുന്നത്. ഈ കേസിൽ അതായത് 2ാം പ്രതിയാണ് പ്രസന്നകുമാരി. പക്ഷേ ഇത് രാഷ്ട്രീയ പ്രേരിതമാണ്, അല്ലെങ്കിൽ CPMന്റെ ഒത്തുകളിയാണ് തനിക്കെതിരെ തന്നെ ഈ കേസിൽ ഉൾപ്പെടുത്തിയത് എന്നുള്ളതാണ് പ്രസന്നകുമാരി പറയുന്നത്. അതായത് കായംകുളത്തെ CPM നേതാക്കൾ തന്നെയാണ് ഇക്കാര്യത്തിൽ തനിക്കെതിരെ പോലും ഈ കേസ് കൊടുത്തിരിക്കുന്നത്. ബിപിൻ സി BJPയിൽ പോയത് തന്റെ അറിവോടുകൂടിയല്ല, താൻ അതിനോട് ഒരു തരത്തിലും യോജിച്ചിട്ടുമില്ല. പക്ഷേ താൻ ഇപ്പോഴും പാർട്ടി അനുഭാവിയാണ്, പാർട്ടി രീതിയിൽ പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്ന ആളാണ്. പക്ഷേ CPM തന്നെ വേട്ടയാടുകയാണ്. ഈ മകൻ BJPയിൽ പോയതിന്റെ പ്രതികാരമായാണ് ഈ കേസിൽ തന്നെ കുടുക്കിയത് എന്നുള്ളതാണ് ഈ പ്രസന്നകുമാരി പറയുന്നത്. ഒപ്പം പാർട്ടിയിൽ കഴിഞ്ഞ കുറെ കാലമായി അവഗണിക്കപ്പെടുകയാണ്, കടുത്ത ആക്ഷേപങ്ങൾ നേരിടുന്നു, ഒപ്പം അവഗണിക്കപ്പെടുന്നു. നേതാക്കൾക്കൊക്കെ തന്നെ താൻ മേധാവിത്വ മനോഭാവമാണ്, ഒപ്പം സ്വന്തം താല്പര്യമാണ് നേതാക്കൾക്കുള്ളത്. പാർട്ടിയുടെ ആശയപരമായ പഴയ രാഷ്ട്രീയ സാഹചര്യമൊന്നുമല്ല ഇപ്പോഴുള്ളത്. നേതാക്കളൊക്കെ തന്നെ സ്വന്തം താല്പര്യം നോക്കി പുതിയ ആളുകളെ അവഗണിക്കുന്ന സമീപനമാണ് സ്വീകരിക്കുന്നത് എന്നുള്ളതാണ് പ്രസന്നകുമാരി പറയുന്നത്. പക്ഷേ ഇതിന്റെ ഒരു രാഷ്ട്രീയ പ്രാധാന്യം എന്ന് പറയുന്നത് അടുത്ത ദിവസമാണ് കായംകുളം ഏരിയ സമ്മേളനം നടക്കാനിരിക്കുന്നത്. കാരണം ഈ കായംകുളം ഏരിയ സമ്മേളനം ഇതിനകം തന്നെ ചർച്ചയായതാണ്. പ്രത്യേകിച്ച് ബിപിൻ സി ബാബു പാർട്ടി വിട്ടതോടുകൂടി തന്നെ കായംകുളം ഏരിയ CPIM ഏരിയ കമ്മിറ്റി വലിയ രീതിയിൽ ശ്രദ്ധ പിടിച്ചു പറ്റിയതാണ്. ആ സാഹചര്യത്തിൽ അമ്മ കൂടി ഇത്തരത്തിൽ പാർട്ടിക്കെതിരെ, നിലവിൽ ഏരിയ കമ്മിറ്റി അംഗം കൂടിയായ അമ്മ കൂടി പാർട്ടിക്കെതിരെ രംഗത്തെത്തുമ്പോൾ അത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ഒരുപക്ഷെ ആലപ്പുഴയിലെ CPMന്റെ പുതിയ വിഭാഗീയതയുടെ ഒരു സമവാക്യമായും ഈ ഒരു പ്രശ്നം ഉൾക്കൊള്ളുമെന്ന് ഉയർത്തെഴുന്നേൽക്കുമെന്നുള്ളതാണ്. ആ രീതിയിൽ നിലവിൽ പ്രസന്നകുമാരി BJPയിലേക്കില്ല, അങ്ങനെ തീരുമാനം എടുത്തിട്ടില്ലല്ലോ പ്രസന്നകുമാരി. താൻ ഒരിക്കലും BJPയിലേക്കോ അല്ലെങ്കിൽ CPM വിട്ടുപോകാൻ താൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. ആശയപരമായി എപ്പോഴും CPMനൊപ്പം നിൽക്കും. അനുഭാവിയാണെങ്കിൽ പോലും ആ രീതിയിൽ പ്രവർത്തിക്കും. നേതൃത്വമോ മറ്റ് സ്ഥാനങ്ങളോ ഒന്നും വേണ്ട എന്ന് തന്നെയാണ് പ്രസന്നകുമാരി പറയുന്നത്. മകനൊപ്പം ഒരിക്കലും പോകില്ല എന്നും അവർ ആവർത്തിച്ച് പറയുകയുണ്ടായി. ഒപ്പം നമുക്കറിയാം CPMന്റെ പ്രധാനപ്പെട്ട സ്ഥാനങ്ങളിലൊക്കെ തന്നെ വഹിച്ചതാണ്. പത്തിയൂർ പഞ്ചായത്തിൽ 15 വർഷം പഞ്ചായത്ത് പ്രസിഡന്റായി നിന്ന ആളാണ് ഈ പ്രസന്നകുമാരി. ജില്ലാ പഞ്ചായത്ത് അംഗമായിട്ടുണ്ട്. CPMന്റെ ഇപ്പോഴും കായംകുളം ഏരിയ കമ്മിറ്റി അംഗമാണ്. പക്ഷേ കഴിഞ്ഞ 3 വർഷമായി ഈ സംഘടനാ പ്രവർത്തനങ്ങളൊക്കെ തന്നെ
മാറി നിൽക്കുന്നു. ആരിഫിന്റെ തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ ഇക്കാര്യങ്ങൾ താൻ സജീവമല്ല എന്നുള്ളതാണ് അവർ പറയുന്നത്. നിലവിലുള്ള എതിരഭിപ്രായങ്ങൾ സംസ്ഥാന നേതൃത്വത്തെ അറിയിച്ചതാണ്. പക്ഷേ അതിലൊന്നും തന്നെ വേണ്ട നടപടികൾ സ്വീകരിക്കുന്നില്ല. ഈ നേതാക്കളുടെ താൻമേധാവിത്വ മനോഭാവം മാറണം എന്നുള്ളതാണ് അവരും ആവർത്തിക്കുന്നത്. ശരി, നോക്കാം ആ വാർത്ത ഇനി എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്യുക. പ്രത്യേകിച്ച് കായംകുളത്തെ ഏരിയ കമ്മിറ്റി കൂടാനിരിക്കുന്ന സാഹചര്യത്തിൽ എന്താണ് സംഭവിക്കുക എന്ന് നോക്കാം. ബിബിന്റെ അമ്മയാണ് ഈ പ്രസന്നകുമാരി ഇപ്പോൾ ഗാർഹിക പീഡന കേസിൽ രണ്ടാമത്തെ പ്രതി കൂടിയാണ്. ഈ കേസ് രാഷ്ട്രീയ പ്രേരിതമാണ് എന്നാണ് പ്രസന്നകുമാരി പറയുന്നത്. അങ്ങനെ CPM വിടുമ്പോഴും CPM എന്ന് പറയുന്ന പാർട്ടിയുടെ അനുഭാവിയായി താൻ തുടരും എന്നാണ് പ്രസന്നകുമാരി ഇപ്പോൾ പറയുന്നത് ശരത്തിനോട്. അപ്പോൾ